യെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 121ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 121ാമത്തെ എപ്പിസോഡായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബൈബിൾ പോർഷൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്നാൽ ഒരിക്കൽ കൂടെ പറയുന്നു, സങ്കീർത്തനം 3 മുതൽ 6 വരെ, റോമർ 4-ാം അധ്യായം, ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. മാത്രമല്ല, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സങ്കീർത്തന പുസ്തകം പഠിക്കുമ്പോൾ അതിന്റെ തലക്കെട്ട് കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ബൈബിളിൽ ഒരു പ്രാവശ്യം കാണുന്ന ഒരു സംഗീത ഉപകരണത്തിന്റെ പേരുള്ള സ്വരം ഏത്? ബൈബിളിൽ ഒരു പ്രാവശ്യം കാണുന്ന ഒരു സംഗീത ഉപകരണത്തിന്റെ പേരുള്ള സ്വരം ഏത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 8-ാമത്തെ രാഗത്തിൽ ദാവീദ് രചിച്ച സങ്കീർത്തനം ഏത്? 8-ാമത്തെ രാഗത്തിൽ ദാവീദ് രചിച്ച സങ്കീർത്തനം ഏത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വാക്യത്തിൽ 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു സംഖ്യ ഏത്? ഒരു വാക്യത്തിൽ 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു സംഖ്യ ഏത്? നാലാമത്തെ ക്വസ്റ്റ്യൻ, വിനാശത്തിലേക്ക് നയിക്കുന്ന ആഴമുള്ള കുഴി എന്നർത്ഥമുള്ള പദം ഏത്? വിനാശത്തിലേക്ക് നയിക്കുന്ന ആഴമുള്ള കുഴി എന്നർത്ഥമുള്ള പദം ഏത്? ഫൈനൽ ക്വസ്റ്റ്യൻ, 5-ാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമ പാഠഭാഗത്ത് കൂടുതൽ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന പേരെന്ത്? എത്ര പ്രാവശ്യം? പുതിയ നിയമ പാഠഭാഗത്ത് കൂടുതൽ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന പേരെന്ത്? എത്ര പ്രാവശ്യം? അപ്പൊ ഇതാണ് 5 ക്വസ്റ്റ്യൻസ് കേട്ടോ. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും ഇപ്പോഴും ആൻസേഴ്സ് മനസ്സിൽ വന്നിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എനിവേ, താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങളും ഒപ്പം റെഫറൻസും കൂടെ ചേർത്ത് വേണം അയക്കാൻ. എല്ലാവർക്കും ശരി ഉത്തരം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.